സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? സുവിശേഷത്തിന് ഒരു അഭിവൃദ്ധി വേണ്ടേ? ഒരു സമൃദ്ധി വേണ്ടേ? ഇങ്ങനെ പോയാൽ മതിയോ? പോരാ. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. ചില റെഫറൻസ് ഒക്കെ നമ്മളൊന്ന് എടുക്കണം. ആദ്യം തന്നെ ഫിലിപ്പിയ ലേഖനം 1:14 വാക്യം വായിച്ച്. സുവിശേഷത്തിന്റെ അഭിവൃദ്ധി അതുണ്ടാകണമെങ്കിൽ ദൈവസഭയ്ക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവദാസന്മാർക്കുണ്ട്, ദൈവമക്കൾക്കുണ്ട്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ പ്രസംഗം ദൈവദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ്, പാസ്റ്റർമാരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ്. അല്ല, അവരവരുടെ ശുശ്രൂഷ ചെയ്യട്ടെ. ഓരോ ദൈവമക്കൾക്കും, ഓരോ വിശ്വാസിക്കും, ഓരോ സഹോദരനും സഹോദരിക്കും കൂട്ടുത്തരവാദിത്വമുള്ളൊരു ശുശ്രൂഷയാണ് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ എവിടെ അവസരം ലഭിച്ചാലും നമ്മളത് വേണ്ടെന്ന് പറയരുത്. 1 മിനിറ്റ് കിട്ടിയാൽ നിങ്ങൾ പ്രസംഗിച്ചിരിക്കണം, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഇനി 1 മിനിറ്റ് സമയമാണ് നമുക്ക് സുവിശേഷം പറയാൻ അനുവദിക്കപ്പെട്ടതെങ്കിൽ എത്ര മിനിറ്റ് പ്രസംഗിക്കണം? 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് അവസരം തന്നു. നിങ്ങൾ എത്ര മിനിറ്റ് പ്രസംഗിക്കണം? പറ. എത്ര മിനിറ്റ് പ്രസംഗിക്കണം? 5 മിനിറ്റ് പ്രസംഗിക്കണം അല്ലേ? 10 മിനിറ്റ്, 1 മണിക്കൂർ ആണോ? ഞാൻ പറയട്ടെ, നമുക്ക് എത്ര വലിയ ശുശ്രൂഷ ഉണ്ടായാലും, പ്രസംഗമുണ്ടായാലും, സാക്ഷ്യമുണ്ടായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പറഞ്ഞു തീർത്തോളാം. 1 മിനിറ്റ് തന്നാൽ 55 സെക്കൻഡിനുള്ളിൽ തീർത്തോളാം. അതിനാണ് വാച്ചൊക്കെ വേണ്ടത്. മനസ്സിലായോ? അത് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ശുശ്രൂഷ കൊടുക്കുമല്ലോ. ഞാനീ പറഞ്ഞു തരുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവദാസനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പറയും നിയോഗം പോലെ പോകാം. അവിടെ ടൈമില്ല. എന്നാൽ സഭായോഗങ്ങളിലും മറ്റുള്ള മീറ്റിങ്ങുകളിലും അവിടെ നമ്മൾ ടൈം നമുക്ക് തരുമ്പോൾ ആ പഞ്ചിങ്ങിൽ നമ്മൾ നിർത്തണം. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇവിടെ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ ജനം, ഫിലിപ്പിലുള്ള ദൈവമക്കൾ ധൈര്യത്തോടെ യേശുവിനെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ധൈര്യത്തോടുകൂടെ വചനം സംസാരിക്കണം. അപ്പോസ്തലന്മാര് സുവിശേഷ നിമിത്തം അടികളേറ്റു. അവരോട് യേശുവിന്റെ നാമത്തിൽ ഇനി മിണ്ടിപ്പോകരുത് എന്ന് ശക്തമായി അവർ കൽപ്പിച്ചു. ഇവര് കൂട്ടാളികളുടെ അടുക്കൽ പോയിട്ട് അവരിരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ അവരുടെ മേൽ വന്നു. അവർ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചെന്നാണ്. കണ്ടോ? പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്ന എന്തിനാ? ധൈര്യത്തോടെ യേശുവിനെ കുറിച്ച് പറയാൻ, ധൈര്യത്തോടുകൂടെ പ്രസംഗിക്കുവാൻ. എത്ര ആളുകൾ ഉണ്ടായാലും, എത്ര ഒരു വലിയ ജനക്കൂട്ടമുണ്ടായാലും അവരുടെ മധ്യത്തിൽ ധൈര്യത്തോടുകൂടെ പറയണം. നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, ജോലി ചെയ്യുന്നവരിടയിൽ നമ്മൾ ധൈര്യത്തോടുകൂടെ സുവിശേഷം പറയണം. സുവിശേഷം അങ്ങനെ ധൈര്യത്തോടെ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ഒരു അഭിവൃദ്ധി വെളിപ്പെടുവാൻ തുടങ്ങും. നമ്മുടെ ബന്ധുമിത്രാദികൾ അവരുടെ മുമ്പിൽ സാക്ഷിക്കുവാൻ, സുവിശേഷത്തിന്റെ സത്യം വിളിച്ചു പറയുവാൻ ഒരു വേദി കിട്ടിയാൽ നമ്മൾ പിൻവാങ്ങിപ്പോകരുത്. അവിടെ പറയണം, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഇതല്ലാതെ വേറെ വഴിയില്ല, യേശു അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുവാനുള്ള ഒരാർജവും ധൈര്യവും നമുക്ക് വേണം. വെറുതെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവില്ല. അതിനൊരു വലിയ വില കൊടുത്തേ പറ്റൂ. ധൈര്യത്തോടുകൂടെ സുവിശേഷം പറയണം.